പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജേക്കബിൻ്റെ മോനല്ലേ, അതങ്ങനെ തന്നെ നടക്കുള്ളൂ, സംഭവിക്കുള്ളൂ. ചെറുപ്പകാലത്ത് തുടങ്ങി കേട്ടിട്ടുള്ള ഏറ്റവും സന്തോഷം തരുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്കിൽ ഒന്നാണിത്. ജേക്കബിൻ്റെ മോനല്ലേ, അപ്പനെ കുറിച്ചാണ്. നല്ലത് മാത്രമേ പറയാനുള്ളൂ ആളുകൾക്ക്. ആ കുടുംബത്തിൽ നിന്ന് വരുന്ന കൊച്ചുങ്ങളല്ലേ, പ്രാർത്ഥിക്കുന്ന മക്കളാണ്, പള്ളിയിൽ പോകുന്ന മക്കളാണ്, നന്മ ചെയ്യുന്ന മക്കളാണ്. അവരെക്കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. ചെറുപ്പം മുതലേ എന്തൊരാദരവോടുകൂടെയാണ് കൂടെ ഉണ്ടായിരുന്നവർ പോലും ആ കുടുംബത്തെ കണ്ടിരുന്നതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ വലിയ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയും, മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളും ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളും ലഭിക്കുന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ഇങ്ങനെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കുന്ന, ഈ ലോകത്തിന് മുഴുവൻ ഇങ്ങനെ പ്രകാശമായി കത്തിച്ചു വെച്ചിരിക്കുന്ന ഇടങ്ങളാക്കി മാറ്റണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. പുറത്ത് ചെന്നൊരാൾ നോക്കുമ്പോൾ നിങ്ങൾ എവിടെന്നാ വന്നതെന്ന് ചോദിക്കുന്ന വിധത്തിൽ, എവിടെന്നാ വന്നതെന്നുള്ളതല്ല, നിങ്ങൾ എവിടെന്നാ വരണേ, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ ചോദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിളനിലങ്ങളായി നമ്മളുടെ കുടുംബങ്ങളെ മാറ്റണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. മത്തം കുത്തിയ കുമ്പളം മുളക്കോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചിലരെ കുറിച്ചൊക്കെ. ശരിക്കും നമ്മുടെ മക്കളെ പുറത്തെത്തുമ്പോൾ അവർക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ, അവർ ഇടറിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എന്തൊക്കെയോ കുറവുകളും കുറ്റങ്ങളും വന്നിട്ടുണ്ട്. എവിടെയൊക്കെയോ തെറ്റിപ്പോയ മക്കളൊക്കെ തിരിച്ചു വരണത് കണ്ടിട്ടില്ലേ? കാരണം അവർ വളർന്നു വന്നിരിക്കുന്ന കുടുംബം സ്നേഹവും നന്മയും പറഞ്ഞു കൊടുത്തൊരു കുടുംബമായിരുന്നു. അവർ കണ്ടു വളർന്നിട്ടുള്ളത് ഇങ്ങനെ പ്രാർത്ഥനയിൽ മുട്ടിന്മേൽ നിൽക്കുന്ന അപ്പനെ, അവർ കണ്ടിട്ടുള്ളത് കരഞ്ഞുകൊണ്ട് കരം വിരിച്ചു നിൽക്കുന്ന അമ്മയെ. അവർക്ക് അധികം കാലമൊന്നും തിന്മയുടെ വഴിയിലൂടെ നടന്നു പോകാനൊന്നും പറ്റില്ല. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളുണ്ടാവണമെങ്കിൽ അതിന് നല്ലൊരു വീട് വേണ്ടേ, നല്ലൊരു സ്ഥലം വേണ്ടേ, നല്ല 100, 30, 60 മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഇങ്ങനെ മുള്ളുകൾ വന്ന് ഞെരിച്ചു കളയുന്ന വിധത്തിൽ നമ്മുടെ കുടുംബത്തിൽ വളരാൻ സാധിക്കാത്ത വിധത്തിൽ തിന്മയുടെ ശക്തികൾ വളരാൻ അനുവദിക്കരുത്. നമ്മൾ നല്ല നല്ല ഫലം 100 മേനി ഫലം പുറപ്പെടുവിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോരുത്തരും. ഏത് തിന്മയ്ക്കും വന്ന് കയറാവുന്ന വിധത്തിൽ വഴിയരികു കണക്കെ ഏത് തിന്മയ്ക്കും വന്ന് കയറാവുന്ന കണക്കിടരുത് നമ്മുടെ കുടുംബത്തെ. പ്രാർത്ഥനയുടെ സംരക്ഷണവും ശക്തിയും നൽകി കാക്കണം ആ കുടുംബം. അവിടെ നിന്ന് 100 മേനി ഉണ്ടാവുള്ളൂ, 60 മേനി ഉണ്ടാവുള്ളൂ, 30 മേനി ഉണ്ടാവുള്ളൂ. കർത്താവിനെ കുറിച്ച് പറയുന്നത്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെറുതെ പുച്ഛമായിരുന്നില്ല. നേരെ മറിച്ച് അവിടെ എത്രയോ തച്ചന്മാരുണ്ടായിരുന്നു ആ നാട്ടിൽ. എന്നിട്ടും കൃത്യമായിട്ട് ആ ഒരൊറ്റ തച്ചനെ കൃത്യമായി അവർക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊഫഷനിൽ അയാൾ എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു ജോസഫ് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നന്മകളും സുഹൃതങ്ങളും അവരുടെ ജീവിതത്തെ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ നല്ല നിലമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ, നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയല്ലേ ഈ വചനങ്ങൾ. കുടുംബത്തെ സമർപ്പിക്കുക, മുഴുവനായിട്ട് സമർപ്പിക്കുക. കർത്താവെ, നല്ല നിലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കണമേ എന്ന്. അമ്മയുടെ ചെവി കടിച്ചു പറിക്കുന്ന ആ മകൻ്റെ കഥയോർമ്മയുണ്ടല്ലോ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നേരത്ത് ജഡ്ജിയോട് അമ്മയോടൊരു സ്വകാര്യം പറയാനുണ്ടെന്ന് ഈ മകൻ ആവശ്യപ്പെടുന്നു. അവസാനത്തെ ആഗ്രഹമായതുകൊണ്ട് ജഡ്ജി സമ്മതിക്കുന്നു. അമ്മയോട് സ്വകാര്യം പറയാനായി ചെവിയിലേക്ക് ഇങ്ങനെ പതിയെ അടുത്ത് ചെന്നുകൊണ്ട് അമ്മയുടെ ചെവി കടിച്ചു പറിക്കുന്ന മകനോട് ജഡ്ജി ചോദിക്കുന്നു, എന്ത് പണിയാണ് കാണിച്ച്, അമ്മ എന്തിനെ വേദനിപ്പിക്കണേ? അയാൾ പറയുന്നുണ്ട്, ഞാൻ ആദ്യം തെറ്റ് ചെയ്തപ്പോൾ, ആദ്യമായി എൻ്റെ സ്കൂളിൽ നിന്നൊരു പേന മോഷ്ടിച്ചെടുത്തപ്പോൾ ഈ അമ്മ തിരുത്തിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേരില്ലായിരുന്നല്ലോ. പുറത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കി നിൽക്കുന്ന വിധത്തിൽ നമ്മുടെ കുടുംബങ്ങൾ നന്മയുടെ വിളനിലങ്ങളായി മാറട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കണം. അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ പുറത്ത് ചെന്ന് സ്നേഹം ശരിക്കും മാതാപിതാക്കൾക്ക് അഭിമാനം കൊടുക്കുന്ന വിധത്തിലുള്ള ജീവിതം ജീവിക്കാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ നമുക്ക്.
ചീത്ത വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും നല്ല ഫലങ്ങൾ കിട്ടില്ല എന്ന് കർത്താവ് തന്നെ ഉറപ്പ് പറയുന്നുണ്ട്. ശരിക്കും അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ചൊക്കെ ന്യായീകരിക്കുന്നതല്ല, അയാൾ ചെയ്തതിനെ കുറിച്ച് ഒരു ന്യായീകരണവും പറയാനില്ല. പക്ഷേ അതിലൊരു കാരണം അയാളുടെ സ്നേഹം കൊടുക്കാത്ത, കരുതൽ കൊടുക്കാത്ത കുടുംബമായിരുന്നു എന്നുള്ളതിന് അത് സത്യം തന്നെയാണ്. കൊച്ചുരേസ്യ പുണ്യവതിയൊക്കെ നോക്കിയേ, ഈ ലോകത്തെ സ്നേഹം കൊണ്ട് നിറച്ച ഒരു കുഞ്ഞു പുണ്യവതിയുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് നോക്ക്. വിശുദ്ധയായൊരമ്മ നേരത്തെ സ്വർഗത്തിലേക്ക് പോയി, വിശുദ്ധനായൊരപ്പൻ കരം വിരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, വിശുദ്ധരായിട്ടുള്ള സഹോദരങ്ങൾ. എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിശുദ്ധയായി മാറാതിരിക്കുന്നത് വിശുദ്ധ കൊച്ചുരേസ്യ? നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളുണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കായ്ച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നല്ല ഫലങ്ങളല്ല ചീത്ത ഫലങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓർത്താൽ മതി, നമ്മുടെ ജീവിത വൃക്ഷത്തിൻ്റെ, കുടുംബ വൃക്ഷത്തിൻ്റെ വേരുകൾക്ക് ചീയൽ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നേ. കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഈശോയെ സ്നേഹം കൊണ്ടും സുഹൃതങ്ങൾ കൊണ്ടും നന്മ കൊണ്ടും സന്തോഷം കൊണ്ടും ഇതിനെല്ലാത്തിനും സ്വർഗത്തിൻ്റെ പരിപാലന കൊണ്ടും നിറഞ്ഞ ഒരിടമായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമെന്ന്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർ മാലാഖമാരെ കണക്ക് വിശുദ്ധർ, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർ പ്രവാചകന്മാരെ കണക്ക് ശക്തർ, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർ ക്രിസ്തുവിനെ കണക്ക് സ്നേഹിക്കാൻ കഴിയുന്നവർ. ആലോചിച്ച് നോക്കിയേ, നിസ്സാര കാര്യമല്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഇത്. വെറുതെ വിട്ടുകളയേണ്ട പ്രാർത്ഥനയല്ല. കർത്താവെ, ഞങ്ങളുടെ കുടുംബം അങ്ങനെ നന്മയുടെ വിളനിലമാക്കി മാറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. എവിടെ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കത്തക്ക വിധത്തിൽ നമ്മുടെ കുടുംബങ്ങൾ നന്മയുടെ വിളനിലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ നിന്നിറങ്ങുന്ന മക്കൾ ഓരോരുത്തരിലും നന്മയുടെ വലിയ സ്നേഹത്തിൻ്റെ വലിയ, നന്മയുടെ വലിയ, സുഹൃതങ്ങളുടെ വലിയ ഒരു വലയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ തിന്മകളുടെ വലയം ഭേദിച്ച് പുറത്തു വരുന്ന കരുത്തുള്ള, വിശുദ്ധമായ സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് കുടുംബത്തിന് അഭിമാനം നൽകുന്ന മനുഷ്യരായി, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ എന്ന പ്രാർത്ഥന പരസ്പരം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കിടക്കയിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.